മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഇന്നും കൂടെ ചേർത്ത് ഇനി വെറും 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ആരെങ്കിലും അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എന്തുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം? ഒന്നാമത്തെ റീസൺ ഇതാണ്. 5.5 വർഷങ്ങൾക്ക് ശേഷമാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ RRB എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തെ ഒരു ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു തവണ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ഒന്നാമത്തെ റീസൺ ആണ്. ഇനി അടുത്തൊരു തവണ എന്ത് കിട്ടത്തില്ല, ഒരു ഏജ് റിലാക്സേഷൻ കിട്ടത്തില്ല. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരും 10th പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 10ാം ക്ലാസ് പാസ് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ റീസൺ ഇത്രയേ ഉള്ളൂ. 5.5 വർഷങ്ങൾക്ക് ശേഷം വന്ന നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് അല്ലെങ്കിൽ കൂടാൻ പോകുന്നത് ഏതിലായിരിക്കും? ഈ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്യിക്കാം. അത് കഴിഞ്ഞ നാലാമതായിട്ടെന്ന് പറഞ്ഞാൽ സാലറിയാണ്. 2026 മുതൽ 8th പേ കമ്മീഷൻ വരികയാണ്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറിയാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏറ്റവും ചുരുങ്ങിയ ശമ്പളം എത്രയായിരിക്കും? 40,000 പ്ലസ് ആയിരിക്കും സാലറി വരുന്നത്. അതായത് ഇവിടുത്തെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലും എന്ത് ചെയ്യത്തില്ല, അത്രയും സാലറി കിട്ടത്തില്ല. മാത്രമല്ല ഇതിന്റെ പെൻഷൻ എന്ന് പറഞ്ഞാൽ NPS അല്ല, UPS ആണ് പെൻഷൻ വരുന്നത്. അതായത് നിങ്ങളുടെ സർവീസിലെ അവസാനത്തെ വർഷത്തിന്റെ അവസാനത്തെ 6 മാസത്തെ ആവറേജിന്റെ പകുതിയായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ വരുന്നത്. വളരെ വലിയ എമൗണ്ട് ആയിരിക്കും നിങ്ങളുടെ പെൻഷൻ, ധനാനുകൂല്യങ്ങൾ, ബാക്കി എല്ലാം. ഓക്കെ, മാത്രമല്ല ഇതിന്റെ മറ്റൊരു പ്രത്യേകത, പ്രൊമോഷൻ ചാൻസും ബാക്കിയെല്ലാം വളരെ കൂടുതലാണ്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വളരെ പെട്ടെന്ന് പ്രൊമോഷൻ ഒക്കെ കിട്ടി നമുക്ക് എന്ത് ചെയ്യാം, മേലോട്ട് നമുക്ക് പോവാം. കാര്യം ടെസ്റ്റ് ഒക്കെ ചന്നം ഭിന്നം വരും. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്തുള്ളത്. പക്ഷേ ഈ നോട്ടിഫിക്കേഷനെ ഒന്ന് ഒരു 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 പ്ലസ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വർഷം അടുത്ത് വരാൻ പോകുന്ന PSC നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ഈ വർഷം വരാൻ പോകുന്ന PSC നോട്ടിഫിക്കേഷൻസ് ആണ് ഒന്നാമത്തേത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. അത് കഴിഞ്ഞ് രണ്ടാമത് കമ്പനി ബോർഡ് LGS, മൂന്നാമത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, നാലാമത് ബിവറേജ് LD. ഓക്കെ, ബിവറേജ് LD. അടുത്ത സബ് ഇൻസ്പെക്ടർ, ബാക്കി അങ്ങനെയൊക്കെയുള്ള ഫോഴ്സിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് ഈ വർഷം ഇനി വരാനുള്ളത്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, ബിവറേജ് LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഇത്രയും നോട്ടിഫിക്കേഷൻസ്. ഓക്കെ, ഇതിനെല്ലാം തന്നെ നിലവിൽ എന്തുണ്ട്, റാങ്ക് ലിസ്റ്റ് ഉണ്ട്. നിലവിൽ ഇപ്പൊ നടന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ഇതിന്റെ എല്ലാം റാങ്ക് ലിസ്റ്റ് വന്നത് 2024 റാങ്ക് ലിസ്റ്റ് വന്നത്. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. 2027 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. 2027 വരെയാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത്. ഓക്കെ, അപ്പൊ പുതിയ ഈ പരീക്ഷകളുടെ എല്ലാം തന്നെ റാങ്ക് ലിസ്റ്റ് എപ്പോഴേ വരത്തുള്ളൂ? 2027 വരത്തുള്ളൂ. ആ റാങ്ക് ലിസ്റ്റിന് 2030 വരെ കാലാവധിയുണ്ട്. അതായത് ഇനി വരാൻ പോകുന്ന PSC നോട്ടിഫിക്കേഷൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിന്നാലും, നിങ്ങൾ സർവീസിൽ കയറുന്ന വർഷം 2028, 29, 30 ഒക്കെ ആയിരിക്കും നമ്മൾ സർവീസിൽ കയറുന്ന വർഷമായിട്ട് വരുന്നത്. വർഷം ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ? 2025 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 2025 ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. റെയിൽവേ RRBക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് ജോലി കയറാം. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എന്ന് വെച്ചാൽ ഈ എക്സാം, ഗ്രൂപ്പ് ഡിയുടെ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈ മാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂലൈയിൽ എക്സാം നടക്കുന്നു. then ഒരു സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ, ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ, സെപ്റ്റംബർ ആകുമ്പോൾ തന്നെ എന്ത് നടക്കുന്നു, അതിന്റെ ഫിസിക്കൽ വരുന്നു. ഫിസിക്കൽ വളരെ ചെറിയ ഫിസിക്കലാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫിസിക്കൽ. അടുത്ത മാസം തന്നെ മെഡിക്കൽ വരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. അപ്പോൾ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സർവീസിലേക്ക് കയറാം. ശരി, മാർക്ക് കുറഞ്ഞാലും ഒരു 2, 3, 4 മാസത്തെ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സർവീസിൽ കയറാൻ പറ്റും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പെട്ടെന്നുള്ള ഒരു ജോലിയാണെങ്കിൽ, ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ ഓരോ ഓപ്ഷനും മുമ്പിലില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഈ നോട്ടിഫിക്കേഷന്റെ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായി? ഒന്ന് ആലോചിച്ച് നോക്കാം. എനിക്ക് ജോലി കിട്ടാൻ 2029 വരെ കാത്തിരിക്കണോ, അതോ ഈ വർഷം അവസാനം ജോലി കയറണോ? സിമ്പിൾ. ഏതാണ് ഈ വർഷം ലാസ്റ്റ്? PSC മോശമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ അവിടെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും PSC ജോബ് ആണെങ്കിൽ. പക്ഷെ ഇതാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നല്ല സാലറി ആയിരിക്കും, നല്ല പാക്കേജ് ആയിരിക്കും, ബാക്കിയില്ലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു അവസരം ഒരാളും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത്. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്തേക്കുക. 10ാം ക്ലാസ് പാസ്സാണ് ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും.
എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് അതായത് നോക്കിയാൽ മാർച്ച് 1 ലാസ്റ്റ് ഡേറ്റ്. ഇതിപ്പം എക്സ്റ്റെൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് 1 ഡേറ്റ് വന്നത്, അല്ലെങ്കിൽ ഫെബ്രുവരി 22 ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നത്. ഓക്കെ, ഇനി തിരിച്ച് ഞാൻ നേരത്തെ ഏജ് ലിമിറ്റ് പറഞ്ഞു. നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1989 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ഇതിന്റെ എക്സാം എങ്ങനെയാ വരുന്നത്? നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ 100 മാർക്കിന്റെ ഒരു പരീക്ഷ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? മാത്സ് ഉണ്ട്. മാത്സ് വന്നിട്ട് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. റീസണിങ് ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. GKയും കറണ്ട് അഫയേഴ്സും 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. സയൻസ് ആണെങ്കിൽ 25 ക്വസ്റ്റ്യൻസ് 25 മാർക്ക്. സിമ്പിൾ സിലബസ് തന്നെയാണ്, എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസ്. കഴിഞ്ഞ RRB ചെന്നൈയുടെ കട്ട് ഓഫ് വന്നത് 71 മാർക്കാണ്. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വന്നേക്കുന്നത് വെറും 71 മാർക്ക്. ഓക്കെ, 10ാം ക്ലാസ് റേഞ്ചിലാണ് എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾ ഒരു എഫേർട്ട് കൊടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവീസിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് മക്കളെ, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ എന്ത് ചെയ്യുക? എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഈ ചാനൽ തടം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. സാധാരണ അങ്ങനെയൊന്നും പറയാറില്ല, ആവശ്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അതാണ് എൻ്റെ പോളിസി. പക്ഷേ ഇത് ലാസ്റ്റ് ഡേറ്റ് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. എന്താണെന്ന് പോലും ഈ എക്സാം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിലേക്ക് നിങ്ങൾക്ക് ഇത് എത്തിക്കാൻ പറ്റിയാലും, നിങ്ങൾ കാരണം അവരുടെ ലൈഫ് ഒന്ന് മാറാൻ പറ്റിയാലും, അല്ലെങ്കിൽ അവരൊന്ന് അപ്ലൈ ചെയ്ത് ജോലിയിട്ട് പോയാലും അതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? നിങ്ങൾക്കാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഞാൻ കാരണം ഒരുത്തരം നന്നാവണ്ട. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക? പറ്റാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക, എന്നിട്ട് ഒന്ന് അപ്ലൈ ചെയ്തേക്കുക. അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഏറ്റവും മികച്ചൊരു അവസരം. ഇനി അടുത്ത് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ ഒരു പുതിയ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ ബാച്ചിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്ട് 300+ അവേഴ്സിന്റെ ക്ലാസ്സസ് ആണ്. ഇത് ഒന്നാമത്തെ പ്രത്യേകത. ഓക്കെ, മാത്രമല്ല 2 ലാംഗ്വേജിലും നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മലയാളത്തിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീൻസ് ഒരു ക്ലാസ്സിന്റെ 2 നോട്ട്സ് അല്ല നമ്മൾ കൊടുക്കുന്നത്, രണ്ട് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് വരുന്നത്. സോ ഇംഗ്ലീഷ് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം, മലയാളം വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഓക്കെ, മാത്രമല്ല പ്രോപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് നോട്ട്സും പ്രോപ്പർ ആയിട്ടുള്ള മലയാളം നോട്ട്സും ദെൻ ഇംഗ്ലീഷ് ടെസ്റ്റ്, മലയാളം ടെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാച്ചിനകത്ത് ഫസ്റ്റ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നോട്ട്സിന്റെ പ്രത്യേകത, നമ്മുടെ ക്ലാസ്സിൽ ഒരു ഫാക്കൽറ്റി ഏതൊക്കെ പഠിപ്പിക്കുമോ അതെല്ലാം നമ്മുടെ നോട്ട്സിനകത്ത് കാണും. അല്ലാതെ ക്ലാസ് കഴിഞ്ഞ ആ PPT അല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്, 2 ഫിഗർ ഉള്ള PPT അല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്. മറിച്ച് എന്താണ്, നമുക്ക് ഒരു ക്ലാസ്സിനകത്ത് എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആണ് നമ്മുടെ നോട്ട്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല നമ്മുടെ ക്ലാസ് ഒരു റെക്കോർഡഡ് പ്ലസ് ലൈവ് സെഷൻസ് ആണ്. അതായത് കണ്ടന്റിന്റെ ഒരു 70% എന്തായിരിക്കും? റെക്കോർഡഡ് ആയിരിക്കും. അപ്പൊ കുറെ കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഫുൾ എന്തായിരിക്കും? ലൈവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാ ബാച്ചിനകത്തും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു മെന്റർ കാണും. ഇവൻ എന്റെ നമ്പർ വരെ എല്ലാ സ്റ്റുഡൻസിനും ഞാൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ ബാച്ചിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടെങ്കിൽ അതിന് അഡ്രസ് ചെയ്യാൻ എന്തുണ്ട്? ഒരാളുണ്ട്. അതായത് ഞാനായിക്കോട്ടെ, നമ്മുടെ മെന്റേഴ്സ് ആയിക്കോട്ടെ, ദ ഹോൾ ടീം ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങളുടെ കോൾസ് ആയാലും എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കും. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രോമിസ്. അതായത് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സ്, ഒരു കൂടെ നിങ്ങളുടെ എല്ലാ ഫാക്കൽറ്റീസും കാണും, ഞാൻ കാണും. ഓക്കെ, അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു എനർജി ഉണ്ടല്ലോ, ഇപ്പൊ സംസാരിക്കുന്ന ഇച്ചിരി എനർജി കുറവാണ്, പക്ഷെ ആ ഒരു എനർജി നമ്മുടെ യൂട്യൂബ് നിങ്ങൾ മൊത്തം നോക്കുക, നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ നോട്ട്സിന്റെ റേഞ്ച് എന്താണെന്ന് ടെലഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ക്ലാസ്സസ് എന്താണെന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ തന്നെ നോക്കിയാൽ നമ്മൾ ഡെമോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിനകത്താണ് നമ്മുടെ ക്ലാസ്സസ് ഫുള്ള് വരുന്നത്, സൂപ്പർ നോട്ട്സിന്റെ ആപ്പിനകത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബാച്ചിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും രണ്ടാമത്തെ കാര്യം, പക്ഷേ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കാര്യം ചിലപ്പോൾ ഒരു തീരുമാനമായിരിക്കും എന്ത് ചെയ്യുന്നത്? ജീവിതം തന്നെ മൊത്തത്തിലങ്ങ് മാറ്റുന്നത്. സോ എല്ലാവരും അപ്ലൈ ചെയ്തേക്കാം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.